ഡെയിലി കറണ്ട് അഫയേഴ്സ് അനാലിസിസ് UPSC സിവിൽ സർവീസ് എക്സാമിനെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദിവസവും കറണ്ട് അഫയേഴ്സ് അനാലിസിസ് കണ്ട് മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകാനാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലെ ലേണേഴ്സിൻ്റെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ലേണേഴ്സ് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തായിട്ട് ജോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. ഈ ഒരു ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് അനാലിസിസുകൾ മലയാളത്തിൽ എല്ലാ ദിവസവും കാണാൻ വേണ്ടി പറ്റും. നവംബർ 14-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് സുപ്രീം കോടതി ബുൾഡോസർ കൾച്ചറിന് ഒരു തടസ്സമിട്ടു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ഒരു ബുൾഡോസർ കൾച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ചും ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ പല കേസുകളിലും അല്ലെങ്കിൽ പല ട്രയലുള്ള അല്ലെങ്കിൽ അതിക്രമിച്ചു പണിതു എന്ന് പറയുന്ന പല വിഷയങ്ങളും പല പ്രോപ്പർട്ടീസും അത് കോടതിയിൽ കേസ് നിലനിൽക്കുമ്പോൾ തന്നെ ഡിമോളിഷ് ചെയ്യുന്ന രീതിയിൽ തകർക്കുന്ന ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിനെയാണ് ബുൾഡോസർ രാജ് എന്ന് പറയുന്നത്. അപ്പോൾ കോടതി പറഞ്ഞു വെച്ചാൽ അതൊരു നല്ല രീതിയല്ല, അതൊരു റൈറ്റ് അപ്രോച്ച് അല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതായത് ആ ഒരു വിഷയം കോടതിയിൽ നിൽക്കുന്നുണ്ട്, കോടതിയിൽ ട്രയൽ നടക്കുന്ന സമയത്ത് ആ പ്രോപ്പർട്ടീസ് ഡിമോളിഷ് ചെയ്യുക അല്ലെങ്കിൽ തകർക്കുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള പ്രവൃത്തി അല്ല എന്നും അങ്ങനെ ചെയ്യരുത് എന്നുമാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സുപ്രീം കോടതി ഇതിനു വേണ്ടി കൃത്യമായിട്ടുള്ള ബൈൻഡിങ് ആയിട്ടുള്ള റൂൾസ് കൊണ്ടുവന്നു. അതായത് ഇത്തരത്തിൽ പ്രോപ്പർട്ടി ഡിമോളിഷ് ചെയ്യുന്നതിന് മുന്നേ തന്നെ 15 ദിവസത്തെ നോട്ടീസ് ആൾക്കാർക്ക് നൽകേണ്ടതായിട്ടുണ്ട്. ഈ ഒരു നോട്ടീസിൽ എന്തുകൊണ്ടാണ് അത് ഡിമോളിഷ് ചെയ്യുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച്, അത് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണോ, എന്താണ് അതിന്റെ കാരണം എന്നുള്ളത് വ്യക്തമായി പറയേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന്, ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് ഡിമോളിഷന് മുന്നേ ആ ഒരു നടപടിയെ ചാലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ എൻറ്റയർ ഡിമോളിഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ അത് ഫിലിം ചെയ്യേണ്ടതായിട്ടുണ്ട്, അതായത് ഷൂട്ട് ചെയ്ത് റെക്കോർഡിക്കായി കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ ഒരു നിർദ്ദേശങ്ങൾ പാലിക്കാത്ത ഒഫീഷ്യൽസിനെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കും, ലീഗൽ ആക്ഷൻ എടുക്കും, കോടതിയുടെ ഉത്തരവ് അല്ലെങ്കിൽ കോടതിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തത് കാരണം. അതേപോലെ തന്നെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഡിമോളിഷൻ കാരണം ഉണ്ടാവുന്ന നാശനഷ്ടങ്ങൾക്ക് ഒഫീഷ്യൽസ് കോമ്പൻസേറ്റ് ചെയ്യേണ്ട സാഹചര്യവും വരും എന്നുകൂടി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ ഇത്തരത്തിലുള്ള ബുൾഡോസർ കൾച്ചർ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഡിമോളിഷ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനെതിരെയുള്ള ശക്തമായിട്ടുള്ള ഒരു വാർണിംഗ് ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അടുത്തൊരു വാർത്ത എന്ന് പറയുന്നതായിട്ടുള്ളത് സീ റാഞ്ചിങ് പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടതാണ്. ഇത് നമ്മുടെ കേരളത്തിൽ നിന്ന് വിഴിഞ്ഞം പോർട്ടിന്റെ അടുത്തായിട്ടാണ്. വിഴിഞ്ഞം പോർട്ടിന്റെ അടുത്ത് മത്സ്യ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സീ റാഞ്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇതൊരു കേരളത്തിൽ ആർട്ടിഫിഷ്യൽ റീഫുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റ് ആണ് നടക്കുന്നത്. അപ്പോൾ എന്തായി സീ റാഞ്ചിങ് എന്ന് പറഞ്ഞാൽ കൂടുതൽ മത്സ്യക്കുഞ്ഞുങ്ങളെ കടലിലേക്ക് നിക്ഷേപിക്കുന്നതാണ്, അതുവഴി അവിടുത്തെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 20,000-ഓളം പൊമ്പാനോ ഫിംഗർലിങ്സ് അല്ലെങ്കിൽ ബേബി ഫിഷുകളെയാണ് വിഴിഞ്ഞം പോർട്ടിന്റെ അടുത്തായിട്ട് അവിടുത്തെ മറൈൻ കൺസർവേഷൻ എഫേർട്ടിന്റെ ഭാഗമായിട്ട് കടലിലേക്ക് നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ ഒരു ആർട്ടിഫിഷ്യൽ റീഫ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവിടുത്തെ ഫിഷ് പോപ്പുലേഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും സസ്റ്റൈനബിൾ ഫിഷിംഗ് കൊണ്ടുവരിക അല്ലെങ്കിൽ ഫിഷുകളുടെ എണ്ണം പോപ്പുലേഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു സീ റാഞ്ചിങ് എന്ന് പറയുന്ന പ്രൊജക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സീ റാഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഇനീഷ്യേറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ 10 ലക്ഷത്തോളം പൊമ്പാനോ കോബിയ ഫിംഗർലിങ്സ് ബേബി ഫിഷുകളെ റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. തിരുവനന്തപുരം കോസ്റ്റുള്ള 10ഓളം ലൊക്കേഷൻസിലാണ് ഇത്തരത്തിൽ ചെയ്യുന്നതെന്നും കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഇതിന് ഫണ്ടിങ് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റ് പ്രധാനമന്ത്രി മത്സ്യ സമ്പത്ത് യോജന എന്ന് പറയുന്നതാണ്. 3 കോടി രൂപയാണ് ഇത് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ ആർട്ടിഫിഷ്യൽ റീഫുകൾ 42ഓളം ലൊക്കേഷൻസിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് 33ഓളം ഫിഷിംഗ് വില്ലേജുകൾക്ക് ഇതിനെ ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നതായിട്ടുള്ളത്. പ്രത്യേകിച്ചും വിവിധ ഫിഷസ് തൂണ, ട്രവല്ലി, മെക്കറൽ തുടങ്ങിയിട്ടുള്ള വിവിധ ഫിഷസുകളെ അട്രാക്ട് ചെയ്യാനും മറ്റുമൊക്കെ ഇത് സഹായിക്കും എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത ഇൻഫ്ലേഷനുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ രാജ്യത്തെ ഇൻഫ്ലേഷൻ വളരെയധികം വർദ്ധിക്കുന്നതായിട്ടുള്ള, പ്രത്യേകിച്ചും റീറ്റെയിൽ ഇൻഫ്ലേഷൻ 6.2% വർദ്ധിച്ചതായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുമായി വന്നിട്ടുള്ള എഡിറ്റോറിയൽ ആണ്. അപ്പോൾ ബ്രീഫായിട്ട് നോക്കാം എന്താണ് എഡിറ്റോറിയൽ പറയുന്നത് എന്നുള്ളത്. അപ്പോൾ ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ ഒക്ടോബർ മാസത്തിൽ അത് 6.2% വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. സെപ്റ്റംബർ മാസത്തിൽ 5.5% ആയിരുന്നു. കഴിഞ്ഞ 9 മാസത്തിൽ കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ഹയസ്റ്റ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഇൻഫ്ലേഷൻ സ്പൈക്കിന് കാരണം ഫുഡ് പ്രൈസസ്, ഭക്ഷണ സാധനങ്ങളുടെ വിലക്കയറ്റമാണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള
ഭക്ഷണ സാധനങ്ങളുടെ വിലക്കയറ്റം എന്ന് പറയുന്നതായിട്ടുള്ളത് ഒരു വലിയ ഫാക്ടറായിട്ട് മാറിയിട്ടുണ്ട് എന്ന് ഓർത്തുക. പക്ഷേ നമ്മൾ കോർ ഇൻഫ്ലേഷൻ നോക്കുവാണെങ്കിൽ, കോർ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഫുഡും എനർജിയും ഒഴിവാക്കിയിട്ടുള്ള ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അതും വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അതായത് ഓവറോൾ ഇൻഫ്ലേഷനിൽ ഒരു വർധനവ് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നിലവിൽ നമ്മളുടെ ഡിസംബറിൽ മോണിറ്ററി പോളിസി കമ്മിറ്റി ചേരുമ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റുകൾ കുറക്കും എന്നുള്ള രീതിയിലുള്ള പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇൻഫ്ലേഷൻ ടെൻഡൻസീസ് കാണുമ്പോൾ ഈ ഒരു റേറ്റ് കട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് വരുന്നത് എന്ന് കൂടി ഓർത്തുക. കാരണം ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് RBIയുടെ പ്രൈമറി ടാർഗറ്റ്. ഇതിന്റെ ഒരു ഇക്കണോമിക് ഇമ്പാക്ട് നോക്കിക്കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ കൂടുന്ന സമയത്ത് ആൾക്കാരുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല, സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടാവില്ല, ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ലോണുകൾ എടുക്കില്ല. അൾട്ടിമേറ്റ്ലി ഇത് എക്കണോമിക് ഗ്രോത്ത് കുറയുന്നതിന് കാരണമാകും. പ്രത്യേകിച്ചും ഓൾറെഡി അർബൻ മേഖലകളിൽ ഡിമാൻഡ് കുറയുന്നതായിട്ട്, ആൾക്കാർ പൈസ ചെലവിടാതിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ്. അപ്പോൾ കൂടുതൽ ഇൻഫ്ലേഷൻ ഉണ്ടാവുന്ന കൺസ്യൂമർ സ്പെൻഡിങ്ങിനെ ബാധിക്കും, അതുവഴി പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ കുറയും. ഇത് ഓവറോൾ എക്കണോമിയെ തന്നെ നെഗറ്റീവായിട്ട് ബാധിക്കും. ഇത് നമ്മൾ വിചാരിച്ച ഒരു എക്കണോമിക് ഗ്രോത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ഓർത്തുക. ഈ ഒരു സാഹചര്യത്തിൽ ടാക്സ് കട്ട് ചെയ്യുക തുടങ്ങിയിട്ടുള്ള ഫിസിക്കൽ പോളിസിയിലേക്ക് ഗവൺമെന്റ് നീങ്ങും. മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഗവൺമെന്റ് ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫിസിക്കൽ പോളിസീസ് കൊണ്ടുവരേണ്ടതായിട്ട് വരും. ടാക്സ് റേറ്റ് കുറക്കുക, അല്ലെങ്കിൽ ഫുഡ് സപ്ലൈസ് ബെറ്റർ ആയിട്ട് എക്കണോമിയിലേക്ക് കൊടുക്കുക, സബ്സിഡീസ് കൊടുക്കുക തുടങ്ങിയിട്ടുള്ളത് വഴി അതുവഴി ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പൊ എന്താണ് ഫിസിക്കൽ പോളിസി, എന്താണ് മോണിറ്ററി പോളിസി, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് എക്കണോമിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓർത്തു വെക്കേണ്ട കാര്യം, ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് വെച്ചിട്ട് RBI ചെയ്യുന്നതാണ് മോണിറ്ററി പോളിസി, ഗവൺമെന്റിന്റെ പോളിസികളാണ് ഫിസിക്കൽ പോളിസി ആയിട്ട് വരുന്നത് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അടുത്തൊരു വാർത്ത ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട ഡിബേറ്റ് ആണ്. പ്രത്യേകിച്ചും പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലെ പോപ്പുലേഷൻ കുറയുകയാണ്, അത് പലതരത്തില് ബാധിക്കുന്നുണ്ട് എന്നുള്ളത്. അതിന്റെ ഒരു ഇമ്പാക്ട് ഈ ഒരു ഡീലിമിറ്റേഷൻ എക്സസൈസുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. ഡീലിമിറ്റേഷൻ ഈ നിലവിലുള്ള പോപ്പുലേഷൻ ഡാറ്റ വെച്ച് ചെയ്യുകയാണെങ്കിൽ അത് ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേറ്ററി പ്രാക്ടീസ് ആവും എന്നുള്ളതാണ് ഓദർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അതായത് മോഡി ഗവൺമെന്റ് ഡീലിമിറ്റേഷൻ എക്സസൈസ് 2029 ഇലക്ഷന് മുന്നേ നടത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് ഒരു വലിയ ഡിസ്ക്രിമിനേഷന് കാരണമാകും, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഇംബാലൻസസിന്, റെപ്രസെന്റേഷനിലുള്ള ഇംബാലൻസസിനും കാരണമാകും എന്നുള്ളതാണ് ഓദർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പൊ എന്താ ഈ ഡീലിമിറ്റേഷൻ? ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.